നമസ്കാരം. വെൽക്കം ടു ടാരോ ആൻഡ് സ്പിരിച്വാലിറ്റി വിത്ത് അഖില. ഇന്ന് നമുക്കിവിടെ എസ് ഓർ നോ റീഡിംഗ് നോക്കാം. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സംഭവ്യമാകുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നതിന് എസ് ഓർ നോ എന്നുള്ള രീതിയിൽ നമുക്ക് റീഡിംഗ് നോക്കാം. അതിൻ്റെ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ദെൻ നമുക്കത് ഏഞ്ചൽ കാർഡിൻ്റെ ഒരു ഗൈഡൻസും കൂടി എടുക്കാം. അപ്പോൾ 2 സെറ്റ് ഓഫ് കാർഡ്സ് ആണ് ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സെറ്റ് ഓഫ് കാർഡ് കാർഡ് ചൂസ് ചെയ്യാം. 2 കാർഡാണ് ഞാൻ ഇവിടെ വെക്കുക. ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനൊരു ഏഞ്ചൽ കാർഡും കൂടി കാർഡിൽ നിന്ന് ഒരു ഗൈഡൻസും കൂടി എടുത്തിട്ട് പറയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് കാർഡ്. ഇത് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സെക്കൻഡ് കാർഡ്. ഇത് ഫസ്റ്റ് കാർഡ്, ഇത് സെക്കൻഡ് കാർഡ്. നമുക്ക് ഇന്ന് 2 കാർഡാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്താണോ നിങ്ങൾക്ക് അറിയേണ്ടത്, ഇതിനെക്കുറിച്ചാണോ നിങ്ങൾ ഇപ്പം നടക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലോ വെറി ആയിട്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിലെ 2 കാർഡ്സിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്രിസ്റ്റൽ വെച്ചിട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ചൂസ് ചെയ്യാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ മനസ്സിൽ അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ് ഓർ നോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റിസ് ആണ് ഇവിടെ. ഇതൊരു മേ ബി കാർഡാണ്. നമുക്ക് ജസ്റ്റിസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഏഞ്ചൽ എന്താണ് ഗൈഡൻസ് തരുന്നത്. ഇത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നതിന് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ മേ ബി എന്നുള്ളതാണ് ആൻസർ വരിക. എസ് ഓർ നോ എന്നുള്ളതല്ല, മേ ബി നടക്കാം നടക്കാതിരിക്കാം. മേ ബി എന്നുള്ള ആൻസർ ആണ് ഇവിടെ വരിക. നമുക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഏഞ്ചലിന്റെ ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഏഞ്ചൽ കാർഡ്സിൽ നിന്ന് നോക്കാം. ഇവിടെ ഏഞ്ചൽ കാർഡ് പറയുന്നത് ഇഫ് യു ബിലീവ് എന്നാണ്. ഇഫ് യു ബിലീവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ബിലീവ്, അതായത് ഇത് ആക്ച്വലി നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാര്യം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷൻ, അതായത് കർമ്മ റിലേറ്റഡ് സിറ്റുവേഷൻ കൂടി ആയിരിക്കാം. പാസ്റ്റിൽ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ടെൻഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത്, ആ ഡൗട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ വറീഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കാം നടക്കാതിരിക്കാം എന്നുള്ള രീതിയിലാണ് ജസ്റ്റിസ് കാർഡ് മേ ബിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഏഞ്ചൽ കാർഡ്സ് ഇപ്പൊ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് കാണുന്നത് ഇഫ് യു ബിലീവ്. അപ്പൊ ഇത് ടോട്ടലി ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത് നടക്കുമെന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടക്കും.
അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കോൺഫിഡൻസും കൂടി, നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോട്ടാണോ ഡെവലപ്പ് ആകുന്നത് അതിനെ ഒന്ന് കൂടുതൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. നെഗറ്റീവ്സ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവ് ആയിരിക്കും നടക്കുക. പോസിറ്റീവായിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവായിട്ടായിരിക്കും നടക്കുന്നത്. ജസ്റ്റിസ് എന്ന് വെച്ചാൽ ന്യായം, എന്തോ ഒരു ന്യായവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ന്യായം എന്ന് പറയുന്നത് ആരുടെ ഭാഗത്താണ് എന്നുള്ളത് അതും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാര്യം ചിന്തിക്കുന്നതെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത്, ആ ന്യായമുള്ള ഭാഗത്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരിക. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ, അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ഇഫ് യു ബിലീവ് ഇറ്റ് വിൽ ഹാപ്പൻ. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ലിബ്ര എനർജിയാണ്. അതായത് വായു തത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. വായു തത്വത്തെ സൂചിപ്പിക്കുക എന്ന് വെച്ചാൽ അത് ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. ചിന്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ചിന്തകൾ നമ്മൾ പോസിറ്റീവ് ആക്കി കൊണ്ടുവരിക. നിങ്ങൾക്കുള്ള ഒരു അഡീഷണൽ മെസ്സേജ് ആയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. നിങ്ങളിൽ ആത്മവിശ്വാസത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇഫ് യു ബിലീവ് ഇറ്റ് വിൽ ഹാപ്പൻ. യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്കാണ് ഇത് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഡിസിഷനെ, നിങ്ങളുടെ ചിന്തയെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ബി പോസിറ്റീവ്. ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ്. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ ആൻസർ എന്താണെന്ന് നോക്കാം. യെസ് ഓർ നോ, അതിൽ എന്താണ് എന്ന് നോക്കാം. ഇത് 4 ഓഫ് വാൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് യെസ് കാർഡാണ്. നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നാണ് കാണിക്കുന്നത്. സെലിബ്രേഷൻ കാർഡാണ്. മേ ബി മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. യെസ് എന്നുള്ള ആൻസർ ആണ് ഇതിൽ വരുന്നത്. ഡയറക്റ്റ് യെസ് ആണ് ഇത് കാണിക്കുന്നത്. ഇതും മാനിഫെസ്റ്റേഷൻ, അതായത് നിങ്ങൾ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. ഐ മീൻ അത് നടക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ ചോദിച്ചിരിക്കുന്നതിന്റെ ആൻസർ യെസ് എന്നാണ്. ഒരു ഏഞ്ചൽ ഗൈഡൻസും കൂടി ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാം. ഏഞ്ചൽ കാർഡ് കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി നോക്കാം. ഏഞ്ചൽ എന്താണ് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്കുള്ള ഗൈഡൻസ് തരുന്നത് നോക്കാം. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുറെ നാളുകളായിട്ട് ഏതോ കാര്യത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് അത് മാറാൻ പോവുകയാണ്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങൾ കുറെ നാളുകളായിട്ട് ചിലപ്പോൾ വിഷമത്തിലിരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളിപ്പോ ചോദിക്കുന്നത്. അപ്പോൾ മേ ബി ഏതെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിൽ, അപ്പൊ അവിടെ ഇപ്പം എന്താ പറയാ, അതില് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മാറി, ആ സിറ്റുവേഷൻ മാറി ഇംപ്രൂവ് ആകാൻ പോവുകയാണ് കാര്യങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾ ഈ ഫസ്റ്റ് സെറ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരോട് പറഞ്ഞ പോലെ നിങ്ങളും പോസിറ്റീവായിട്ടിരിക്കുക. ബി പോസിറ്റീവ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. 4 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ ഒരു മാനിഫെസ്റ്റേഷൻ കാർഡും കൂടിയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കും എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ നടക്കും. ഇത് യെസ് കാർഡാണ്. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് എന്തെങ്കിലും മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ റീഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമന്റിൽ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കളക്റ്റീവായിട്ടായിരിക്കും റീഡിങ് ചെയ്യുക. അപ്പോൾ അതും ആ സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ പറയുന്ന സബ്ജക്റ്റ് വെച്ചിട്ട് റീഡിങ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർലി അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ആ സബ്ജക്റ്റ് വെച്ചിട്ട് കളക്റ്റീവ് റീഡിങ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു തരുന്നതായിരിക്കും, ഇതുപോലെ നമ്മുടെ ചാനലിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.